ഹലോ, ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ മലയാളികളേറെ കാത്തിരിക്കുന്ന ചിത്രമാണ്. മെയ് 22-ന് റിലീസിനെത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകളും. ഇവിടെ കളങ്കാവലിൻ്റെ രണ്ടാമത്തെ പോസ്റ്റർ, സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ഒരു കിണ്ണം കാഴ്ച ലുക്കുമായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു പടം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കാണുമ്പോൾ എന്താണ് ഫീല് എന്നുള്ളത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഈ ഒരു സിനിമ വരുന്നത് ഏറെ വ്യത്യസ്തതകളോട് തന്നെയാണ്. വീണ്ടും ഒരു നവാഗത സംവിധായകനുമൊത്ത് മമ്മൂട്ടി കൈകോർക്കുമ്പോൾ പുതുമ തന്നെ പ്രതീക്ഷിക്കുന്നു. പരീക്ഷണ ചിത്രം എന്ന് തന്നെ പറയാം. വിനായകനെ നായകനാക്കി മമ്മൂട്ടി വില്ലനായി വരുന്ന കളങ്കാവൽ ഒരു പക്ക സൈക്കോപാത്ത് കഥ. അതിൽ നമ്മളേറെയും പ്രതീക്ഷിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേട്ടുകേൾവി ഇങ്ങനെ തന്നെയാണ്. സൈനഡ് മോഹനായി മമ്മൂട്ടി എത്തുന്നു എന്നുള്ളതാണ്. അതായത് ക്രൂരമായ കൊലപാതക ശ്രേണികളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ശൃംഖലയിലൂടെ തന്നെ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതം. ഏകദേശം 21ഓളം സ്ത്രീ കഥാപാത്രങ്ങളുമായി ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും പിന്നീട് അവരെയൊക്കെ വധിക്കുകയും ചെയ്യുന്നത്. അതെ, 21 നായികമാരുമായി മമ്മൂട്ടി എത്തുമ്പോൾ കളങ്കാവൽ ഏറെക്കുറെ അതുതന്നെ ആയിരിക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള മർഡറുകൾ അതുതന്നെയാണ് ഈ ഒരു സിനിമയെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിനായകനൊപ്പം മമ്മൂട്ടിയും അരങ്ങ് തകർക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് മലയാള സിനിമയുടെ പുതിയ ഏട് തന്നെയാണ്. സാധാരണ ഗതിയിലുള്ള എല്ലാ നായകന്മാരെയും തകർത്തെറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാ രീതികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മമ്മൂട്ടി സ്വയം ഒരു എഴുതി മാറ്റലുകളിലൂടെ കൊണ്ടുവരികയാണ്. ഫാൻ ബേസും കാര്യങ്ങളും എല്ലാം പൊളിച്ച് അടക്കിക്കൊണ്ട് തനിക്ക് അഭിനയിക്കാനുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹം പോകുന്നു. കാരണം ഓരോന്നും വ്യത്യസ്തത പുലർത്തുന്നത്. ഒരിക്കലും ഒരു ഫാൻ ബേസിൻ്റെ ഒരു കൂട്ടിൽ കിടന്നുകൊണ്ടുള്ള സിനിമകളല്ല അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ന് ഈ രണ്ടാമത്തെ ഒരു പോസ്റ്റർ കാണുമ്പോഴും നമുക്കൊരു കാര്യം ഉറപ്പിക്കുകയാണ്, അതൊരു ഒന്നൊന്നര സംഭവമായിട്ട് തന്നെയാണ്. അതെ, ഒരു നടനിൽ നിന്ന് എന്താണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ. സ്ഥിരം കണ്ടു മടത്ത അല്ലെങ്കിൽ ഒരേ ഫോർമാറ്റുകളിൽ നിന്നൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ കുതിച്ചു പായുകയാണ്. ആദ്യ പോസ്റ്റർ തന്നെ ഞെട്ടിച്ചുവെങ്കിൽ രണ്ടാമത്തേത് അതിലും മികച്ചത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതെ, സൈനഡ് മോഹൻ തന്നെയാണ് ഇതെന്ന് തോന്നിപ്പിക്കുകയാണ്. കാര്യങ്ങളൊക്കെ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അത് സിനിമ വരട്ടെ എന്ന് തന്നെ പറയാം. എന്തായാലും സെക്കൻഡ് ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ഫീലുകളുമെല്ലാം ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നല്ല സിനിമ കാണണമെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടി തന്നെ വേണം. അതെ, ഒരുപാട് സിനിമകൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വരുന്നത്. വ്യത്യസ്തത പുലർത്തുന്ന ചിത്രങ്ങളുമായി മമ്മൂട്ടി വരുമ്പോൾ വീണ്ടും തിയേറ്ററുകളിൽ ഇരുന്ന് സന്തോഷിക്കാം അല്ലെങ്കിൽ ആഘോഷിക്കാമെന്ന ഒരു സിനിമ കൂടി വരികയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ഗ്രീൻ മീഡിയാസ്.